BJPക്ക് പറയാനുള്ളത്. ഇവിടെ മരണപ്പെട്ടവരുടെ ശവശരീരം വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ശ്രീ കെ മുരളീധരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA ഇന്ന് പ്രതിക്കൂട്ടിലാണ്. ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്ന മിസ്റ്റർ മുരളീധരൻ? നിങ്ങളുടെ IC ബാലകൃഷ്ണൻ MLA ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്? MN വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലെ DCC ട്രഷറർ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള 38കാരൻ ജിജേഷും ആ ജിജേഷിന്റെ ഭാര്യയും 3 പേരാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അതിലെ MN വിജയൻ അതോടൊപ്പം തന്നെ ജിജേഷും ആത്മഹത്യ ചെയ്ത് വിഷം കഴിച്ചു മരിച്ചു. ഇതിന് ഉത്തരവാദി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? സാമ്പത്തിക തട്ടിപ്പും അപഹരണവും അവരെ അപമാനിക്കാനും ശ്രമിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ DCC ട്രഷറർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്തത്? ഇതിനെക്കുറിച്ച് കെ മുരളീധരൻ എന്താ പറയാനുള്ളത്? ഈ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുക. കെ മുരളീധരൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർന്നില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MP-യുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ്, മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടി നടന്ന് അപമാനിച്ചു കൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി MLA ആണ്. അയാളെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂറ്റം ഈ കെ മുരളീധരനോ KPCCക്കോ ഉണ്ടായില്ലല്ലോ. അയാളെ ഇന്നും കോൺഗ്രസ് വേദികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ല ഈ നാണം കെട്ട കോൺഗ്രസ്. എന്നിട്ടാണോ BJPയെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എന്താണ് ധാർമ്മികമായ അധികാരം BJPയെ വിമർശിക്കാൻ? നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്ന് ചാക്കി കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നുയോ? ഒരു കോൺഗ്രസ് വനിതാ നേതാവിനെ കൊന്ന് ചാക്കിൽ കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നോ? ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തരുത് മുരളീധര, പലരും വിളിച്ചു പറയേണ്ടി വരും. KPCC കോൺഗ്രസിനെ വഞ്ചിച്ച് DIC ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ KPCC ഓഫീസിൽ നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരൻ ഉന്നിത്താൻ വെക്കുക. അതിനെ വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ്? KPCC ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അന്നത്ത് നിങ്ങൾ നൽകിയത്? നാണമുണ്ടോ നിങ്ങൾക്ക് BJP വിമർശിക്കാൻ? സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന, സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന, സ്വന്തം പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ്, KPCC ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണെന്ന് പറയുന്ന ഈ നേതാക്കന്മാരാണോ BJP വിമർശിക്കാൻ വരുന്നത്? അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും KPCCയോടും CPM-നെയും ഓർമ്മിപ്പിക്കാൻ BJP ആഗ്രഹിക്കുക. ഇനി കമ്മ്യൂണിസ്റ്റുകാർക്കോ 51 വെട്ടുകെട്ടി സ്വന്തം സഖാവിനെ കൊന്നപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ എന്ത് ന്യായമാ പറയാനുണ്ടായിരുന്നത്? മാഷാ അല്ലാ എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ച കാർ വിട്ടല്ലേ കൊന്നത് TP ചന്ദ്രശേഖരനെ? പിണറായി വിജയനെക്കാളും കരുത്തുറ്റ സഖാവല്ലായിരുന്നോ TP ചന്ദ്രശേഖർ? അദ്ദേഹത്തിനെ കൊന്നില്ലേ നിങ്ങൾ? സ്വന്തം സഖാവല്ലേ? BJPക്കാരും RSS പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള ചരിത്രത്തിൽ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും? ഇന്ത്യയിൽ എന്തെങ്കിലും കാണിക്കാൻ സാധിക്കും? ഇപ്പോൾ BJP നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. BJP പ്രവർത്തകനായ ആനന്ദ് തമ്പി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ BJP പ്രവർത്തകരും പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ തണലിൽ